السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الله سبحانه وتعالى അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ സമുദായത്തിൽപ്പെടാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം മഹാ സൗഭാഗ്യമാണ്. മുൻകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ ജനിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയവരായിരുന്നു. ആ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം എന്ന് പറയുമ്പോൾ മറ്റുള്ള അമ്പിയാക്കളുടെ സമുദായത്തെക്കാൾ പവർ കൂടിയവരാണ്, മഹത്വം കൂടിയ ആളുകളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന്റെ ആയുസ്സിന്റെ കാര്യത്തിൽ മറ്റുള്ള സമുദായത്തിലേക്ക് ചേർത്തി വായിക്കുമ്പോൾ വളരെ കുറഞ്ഞ ആയുസ് മാത്രമേ നമുക്കുള്ളൂ. ഈ ആയുസ്സിനിടക്ക് മഹത്വമേറിയ സമുദായത്തിന്റെ ആളുകളായ നമുക്ക് മറ്റുള്ള സമുദായത്തിൽ നിന്ന്, മറ്റ് പ്രവാചകന്മാരുടെ സമുദായത്തിൽ നിന്ന് വ്യത്യസ്തമായ നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, ഉന്നതമായ സ്ഥാനം കൈവരിക്കണമെങ്കിൽ ധാരാളം അഅ്മാലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സമുദായത്തിന് അല്ലാഹു തആല ഒരുപാട് ആയുസ് നീട്ടിക്കൊടുത്തിരുന്നു. ഒരുപാട് ആയുസ്സുള്ള ആളുകളായിരുന്നു. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാകുന്ന നമുക്ക് ആയുസ് വളരെ കുറവാണ്. ഈ ആയുസ്സിനിടക്ക് നാം മറ്റുള്ള സമുദായത്തെക്കാളും മുൻപന്തിയിലെത്തണമെങ്കിൽ, ഉന്നത സ്ഥാനത്തിരിക്കണമെങ്കിൽ നമുക്ക് അഅ്മാലുകൾ ധാരാളം ഉണ്ടായിരിക്കണം. ഈ കുറഞ്ഞ ആയുസ്സിനിടക്ക് അത് നാം എങ്ങനെ നേടിയെടുക്കും എന്നുള്ളത് ഒരു ചോദ്യം ചിഹ്നമാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് ഒരുപാട് ഓഫറുകൾ നൽകിയിട്ടുള്ളത്. കുറഞ്ഞ ആയുസ്സിന്റെ ഇടക്ക്, കുറഞ്ഞ ആയുസ്സിൽ ഒരുപാട് അമലുകൾ ചെയ്ത് പ്രതിഫലം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ചില മാസങ്ങളോ ചില ദിവസങ്ങള് ചില സമയങ്ങളൊക്കെ പ്രത്യേകമായി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അതിന് മറ്റുള്ള സമയത്തെക്കാളും മാസത്തെക്കാളും ദിവസങ്ങളെക്കാളും ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലമല്ലാത്ത ഒരുപാട് പ്രതിഫലങ്ങൾ നൽകാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. വിശുദ്ധമായ റമദാനും ആ റമദാന് ലൈലത്തുൽ ഖദ്ർ, അങ്ങനെ ധാരാളം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നാം നിലകൊള്ളുന്ന വിശുദ്ധമായ മുഹറം മാസം, ഈ മാസത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹു തആല വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. വിശുദ്ധമായ മുഹറം എന്ന് പറയുമ്പോൾ തന്നെ
മുസ്ലിം ഉമ്മത്തിന് മറക്കാൻ പറ്റാത്ത ധാരാളം പ്രയാസങ്ങൾ നൽകിയ ഒരു മാസം കൂടെയാണ് മുഹറം മാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നാം ചെയ്യുന്ന അമലുകൾക്കൊക്കെ ധാരാളം മഹത്വങ്ങൾ നൽകുന്ന ഒരു മാസം കൂടെയാണ്. നമുക്കറിയാം, മുഹറം എന്ന് പറയുന്ന മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ച് വൽ ഫജ്രി വ ലയാലിൻ അശ്ർ എന്ന് പറഞ്ഞിടത്ത് മുഹറത്തിലെ ആദ്യ 10 ദിനങ്ങളാണെന്ന് പറഞ്ഞ മഹാന്മാർ, ഫജ്ർ എന്ന് പറയുന്നത് മുഹറത്തിലെ ആദ്യ പ്രഭാതമാണെന്ന് പറഞ്ഞ മഹാന്മാര്, ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് വലിയ പ്രതിഫലം കിട്ടും. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു കർമ്മത്തിന് ഒരു പ്രതിഫലം, ഒരു കൂലി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 10 കൂലി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 700 കൂലി എന്നൊക്കെ പറയുമ്പോൾ, അത് എത്രയാണ് ആ കൂലി, ആ ഒരു കൂലി എത്ര പ്രതിഫലമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. സദഖ ചെയ്യുന്നിടത്തും, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്തും, അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ ചിലപ്പോൾ 10 കൂലി എന്ന് പറഞ്ഞത് കാണാം, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കൂലി എന്ന് പറഞ്ഞത് കാണാൻ പറ്റും. ഇതിൻ്റെ ഒക്കെ പ്രതിഫലം, ഒരു കൂലി എന്ന് പറഞ്ഞാൽ എത്ര പ്രതിഫലം കിട്ടുമെന്നുള്ളതൊന്നും നമുക്ക് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. നമ്മൾ സദഖ ചെയ്യുന്ന സമയത്ത് ഒരാൾ ഒരു രോഗിയായ ഒരു മനുഷ്യന് സദഖ നൽകിയാൽ, ഈ മുഹറം മാസം എന്ന് പറയുന്നത് സദഖക്ക് വലിയ പ്രാധാന്യമുള്ള, പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസമാണ്. സദഖ ചെയ്താൽ ഒരു വർഷം സദഖ ചെയ്ത കൂലി കിട്ടുമെന്നൊക്കെ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു രോഗിയായ ഒരു മനുഷ്യന് നമ്മൾ സദഖ ചെയ്താൽ 90 കൂലി കിട്ടുമെന്ന് കിതാബുകളിൽ കാണാൻ പറ്റും. അപ്പൊ 90 കൂലി എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ആ സദഖ സ്വന്തം കുടുംബത്തിലുള്ള സാധുക്കൾക്ക് കൊടുത്താൽ 900 കൂലി കിട്ടുമെന്ന് കാണാൻ പറ്റും. ആ സദഖ തന്നെ നമ്മുടെ മാതാപിതാക്കള്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നമ്മൾ നൽകിയാൽ 1,00,000 കൂലി അതിന് കിട്ടുമെന്നുള്ളതാണ്. മാതാപിതാക്കൾ മരണപ്പെട്ടതിന്റെ ശേഷം അവരുടെ മേൽ ചെലവഴിക്കുന്നതിനല്ല പറഞ്ഞത്, മറിച്ച് അവർ ജീവിച്ചിരിക്കെ അവർക്ക് നമ്മൾ കൊടുത്താൽ അതിന് നമുക്ക് 1,00,000 കൂലി ലഭിക്കും. അതുപോലെ തന്നെ ഇൽമിന്റെ അഹ്ലുകാർക്ക്, പണ്ഡിതന്മാർക്ക് സദഖ കൊടുത്താൽ 9,00,000 കൂലി കിട്ടുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന സദഖകൾക്കൊക്കെ വലിയ പ്രതിഫലം അല്ലാഹു നൽകുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഖുർആൻ പാരായണമായാലും, സ്വലാത്തുകളായാലും, ദിക്റുകളായാലും, നിസ്കാരങ്ങളായാലും, അപ്പൊ ഇതിനൊക്കെ ഈ മാസത്തിലെ വ്യത്യസ്ത സമയങ്ങളിൽ, വ്യത്യസ്ത ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടുമെന്ന് പറയുമ്പോൾ, അങ്ങനെ നമ്മൾ ചെയ്താൽ മുൻകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ സമുദായത്തെക്കാളും കൂടുതൽ അമലുകൾ ചെയ്ത, കുറഞ്ഞ ആയുസ്സിനിടയ്ക്ക് കൂടുതൽ അമൽ ചെയ്തവരായി മാറാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ മുഹറം മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 ദിനങ്ങളാണ് താസുഅ, ആശുറ എന്ന് പറയുന്നത്. ഈ ദിവസത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും പ്രതിഫലം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, സദഖ ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാൻ പറ്റും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബനു ഇസ്രായേലിൽ അല്ലാഹു തആല വർഷത്തിൽ ഒരു നോമ്പ് നിർബന്ധമാക്കിയിരുന്നു എന്ന്. അത് തന്നെ മുഹറം 10-നായിരുന്നു എന്ന് കാണാം. ആ മുഹറം 10-ന് ഒരു മനുഷ്യൻ അവരുടെ ആശ്രിതരായ ആളുകൾക്ക്, അദ്ദേഹത്തിന്റെ ചിലവിൽ കഴിയുന്ന ആളുകൾക്ക് അന്നത്തെ ദിവസം അദ്ദേഹം വിശാലത ചെയ്തു കൊടുത്താൽ, ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടങ്ങളിലും എന്തെല്ലാം കാര്യങ്ങളിൽ വിശാലത ചെയ്തു കൊടുക്കുന്നുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ഒരു വർഷം അല്ലാഹു തആല അവന്റെ സമ്പത്തിലൊക്കെ വിശാലത ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു മനുഷ്യൻ ആശുറാഇന്റെ അന്ന് അവിടുത്തെ ആശ്രിതരായ ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിനും മറ്റും വിശാലത ചെയ്തു കൊടുത്താൽ ഒരു വർഷം അവർക്ക് ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ അല്ലാഹു തആല വിശാലത ചെയ്തു കൊടുക്കുമെന്നും മഹാനായ ഇമാം സുഫിയാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ ഒരു ഹദീസിന്റെ പശ്ചാത്തലത്തിൽ 50 വർഷം ഞാൻ ഈ കാര്യം ചെയ്തു, ഈ 50 വർഷവും എനിക്ക് ഒരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ എനിക്ക് അല്ലാഹു തആല റിസ്ഖ് നൽകി, അഥവാ സമ്പത്ത് നൽകി എന്നുള്ളത്. അപ്പോൾ അത് ലഭിക്കും. അന്നത്തെ ദിവസം നമ്മൾ ആത്മാർത്ഥമായി സന്തോഷത്തോടു കൂടെ കുടുംബത്തിന് നമ്മൾ വിശാലത ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. കിതാബുൻ നവാദിറിൽ ഒരു ചരിത്രം പറയുന്നു. ഒരു സാധുവായൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ദിവസങ്ങളോളം പട്ടിണി കിടന്ന് ആകെ ക്ഷീണിച്ച് വിശന്നെട്ടിയ വയറുമായിട്ട് ആശുറാഇന്റെ അന്ന് ആ നാട്ടിലുള്ള ഖാദിയാരെ സമീപിക്കുന്നുണ്ട്. ഇദ്ദേഹം ഖാദിയാരുടെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കഥകൾ പറയുകയും എന്നിട്ട് ഏതാനും റൊട്ടികളും അതിലേക്കുള്ള മാംസവും 2 ദിർഹം ചോദിച്ചപ്പോൾ ആ ഖാദി അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. ളുഹറിന് വരാൻ പറഞ്ഞു. ളുഹറിന് ചെന്നപ്പോഴും മറുപടി നേരത്തേതുപോലെ തന്നെയാണ്. അസറിന് വന്നോളൂ. അസറിന് ചെന്നപ്പോഴും മറുപടിക്ക് മാറ്റമില്ല. നിങ്ങൾ മഗ്‌രിബിന് വന്നോളൂ എന്ന് പറഞ്ഞു. മഗ്‌രിബിന് ഈ സാധു മനുഷ്യൻ വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ആ ഖാദിയാരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ നേരത്തെ പറഞ്ഞ അതേ മറുപടി തന്നെയാണ്. ഒന്നും അദ്ദേഹത്തിന് കൊടുത്തില്ല. എന്നാൽ ഈ മനുഷ്യൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത ഒരു വേവലാതിയായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും എന്തു പറയണം, എന്തു ഞാൻ പറയണം എന്നുള്ള ചിന്തയോടുകൂടെ കരഞ്ഞ കണ്ണുമായി ആ മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതാ മറ്റൊരു അപ്പുറത്ത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീടിന്റെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതൊരു മുസ്ലിമായ മനുഷ്യനല്ല, ഒരു നസ്രാണിയായ ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഈ മനുഷ്യൻ കരഞ്ഞ് വരുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ഈ നസ്രാണിയായ മനുഷ്യൻ ചോദിച്ചു, അല്ല എന്തു പറ്റി നിങ്ങൾക്ക് എന്ന്. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കാര്യം നിങ്ങൾ കേൾക്കാതിരിക്കലായിരിക്കും നല്ലത്, അത്രയും കഥയാണ്. ആ സമയത്ത് ഈ നസ്രാണിയായ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ പ്രയാസം എന്താണ് എന്ന് എന്നോടൊന്ന് പറയണം. അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അങ്ങ് പറഞ്ഞു. ഈ പ്രയാസങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ ദിവസത്തിന്റെ എന്തെങ്കിലും മഹത്വമുണ്ടോ, ആശുറാഇന് ഈ മുഹറം 10-ന് വല്ല മഹത്വമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ ആ നസ്രാണിയായ മനുഷ്യനോട് ഏതാനും ചില മഹത്വങ്ങളെ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട നസ്രാണി അദ്ദേഹത്തിന് ധാരാളം
റൊട്ടികളും മാംസങ്ങളും 2 ദിർഹം ചോദിച്ചെടുത്ത് 22 ദിർഹം കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, ഇനി എല്ലാ മാസവും ഇതുപോലെ നിങ്ങൾക്കുള്ള ഭക്ഷണവും മാംസവും ദിർഹവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടെ ഈ മനുഷ്യനെ യാത്രയാക്കി. അതിലേറെ സന്തോഷത്തോടുകൂടെ ഇയാളെ അവിടുന്ന് യാത്ര പറയുമ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇത് കണ്ട മക്കൾക്ക് വല്ലാത്ത ആനന്ദമായി. ആ മക്കള് അവിടെ നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ ഞങ്ങളെ സന്തോഷിപ്പിച്ച ആ ഒരു മനുഷ്യനെ നീ എത്രയും പെട്ടെന്ന് സന്തോഷിപ്പിക്കണേ അല്ലാഹ് എന്ന് ഈ മക്കള് ദുആ ചെയ്യണം. ഈ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നുണ്ട്. അന്ന് രാത്രിയില് ഖാലിയാരി ഒരു സ്വപ്നം കാണും. നല്ല സ്വർണത്തിനാലും വെള്ളിയാലും നിർമ്മിക്കപ്പെട്ട നല്ല കൊട്ടാരം. അത് കണ്ട സമയത്ത് ഖാലിയാര് അവിടുത്തെ ആളുകളോട് ചോദിച്ചു, ഇതാർക്കുള്ളതാണ്? അപ്പൊ അവര് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഉള്ളതായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ മറ്റൊരാളത് സ്വീകരിച്ചു എന്നുള്ളത്. അഥവാ നിങ്ങൾ ആ പറയപ്പെടുന്ന നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരുന്ന ആ ഒരു മനുഷ്യനെ, സാധുവായ ഫഖീറായ മനുഷ്യനെ നിങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് ആവശ്യമുള്ള നിങ്ങൾ നൽകിയിരുന്നെങ്കിൽ ഈ കാണുന്ന കൊട്ടാരം നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ അത് ഒരു നസ്രാണിയായ മനുഷ്യൻ അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ആ നസ്രാണി അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ്. അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ രാത്രിയിൽ എന്താണ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് വിരുന്നുകാരനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങള് ഇന്നലെ രാത്രിയിൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു കാര്യങ്ങൾ പ്രവർത്തിച്ചത്? ആ സമയത്ത്, കാരണം മഗ്‌രിബിന്റെ ശേഷമാണ് ഈ മനുഷ്യൻ കടന്നു വരുന്നത്. അപ്പൊ ഇയാൾ ചോദിച്ചു, അല്ല എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ഈ ഖാലിയാര് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 1,00,000 ദിർഹം തരാം, ആ കൊട്ടാരം എനിക്ക് നൽകുമോ എന്ന്. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാനത് നൽകില്ല. എന്നിട്ട് പറയണ അദ്ദേഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കലിമ ഉച്ചരിച്ചുകൊണ്ട്, ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞുകൊണ്ട് അയാളെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു മനുഷ്യൻ, നസ്രാണിയായ മനുഷ്യൻ, അല്ലാഹു തആല ഹിദായത്ത് നൽകിയത് മുഹറം 10-ന്, ആ 10-നെ വേണ്ടതുപോലെ ആദരിച്ചു. ആ മുഹറം 10-ൽ പ്രയാസപ്പെട്ടു വന്ന ആളെ സൽക്കരിച്ചു, അദ്ദേഹത്തിന് വേണ്ട നൽകി എന്നുള്ള കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുഹറം 10 നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ കുടുംബത്തിനും ആവശ്യക്കാർക്കും നമ്മളെ സദഖകളും മറ്റും കൊടുത്ത്, ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിൽ വലിയ പുണ്യമുണ്ട്, നേട്ടമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, നസ്രാണിയായ ഒരു മനുഷ്യന് ഹിദായത്ത് ലഭിക്കാൻ പോലും അത് കാരണമായെങ്കിൽ നമ്മുടെ ഹിദായത്തൊക്കെ നിലനിർത്താൻ നമുക്ക് സദഖകളും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മുഹറം മാസത്തിൽ നമ്മള് നോമ്പനുഷ്ഠിക്കണം. മുഹറം മാസത്തിൽ മുഹറം 10-നായിരുന്നു നോമ്പ്. നബിതങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ അവർ നബിതങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും സഹാബത്തിനോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, 10-ന് ജൂതന്മാർ നോമ്പ് നോൽക്കുന്ന ദിവസമാണ്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, എന്നാൽ അവരോട് നമുക്ക് എതിരാവണം. അതുകൊണ്ട് 9-നും മുഹറം 9-നും അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9-നും ഞാൻ നോമ്പ് നോൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിലും അടുത്ത വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുകയാണ് ചെയ്തത്. മുഹറം 10 ധാരാളം നന്മകൾ ചെയ്യാൻ പറ്റുന്ന, ആ നന്മകൾക്കൊക്കെ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണ്, ഒരു സമയമാണ്, ദിവസങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസത്തെ വേണ്ടതുപോലെ പരിഗണിച്ചുകൊണ്ട്, വേണ്ടതുപോലെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിനെ സുന്ദരമാക്കാൻ, ആ
മാസത്തെ സ്വീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.